തിങ്കൾ മാർച്ച് 24, 2025 എറണാകുളം സൗത്തിൽ നിന്ന് ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് എറണാകുളം സൗത്തിൽ 1:50 PM എത്തി. ഞാൻ അതിൽ കയറി. മഡ്ഗോവിൽ രാവിലെ 4:50 എന്നെ ഇറക്കി. ആ ട്രെയിൻ യാത്ര തുടർന്നു ബോംബെയിലേക്ക്. എല്ലാ ദിവസവും ഓടുന്ന ട്രെയിനാണ്. ഗോവ സ്റ്റേഷനിലെ പുലർക്കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏതു സമയവും ഇവിടെ ആൾക്കാരുണ്ടാവും. ഏതു സമയവും ട്രെയിൻ വന്നു പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിംഗ്. പോർട്ടുഗീസുകാരുടെ കാലത്ത് പണിത ബിൽഡിംഗ് ഇപ്പോഴും അതേ കളറിൽ നിലനിർത്തുന്നു. എപ്പോൾ പെയിൻ്റ് അടിച്ചാലും ആ കളറിൽ തന്നെ അവർ വീണ്ടും പെയിൻ്റ് അടിക്കുന്നത് വളരെ നല്ല കാര്യം. പഴയ ഒരു വർഷക്കാലത്തോളം ഈ ബിൽഡിങ്ങിനകത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ഞാൻ വായിക്കാൻ വരുമായിരുന്നു. വൈകുന്നേരം 5 മണി മുതൽ 5:30 വരെ. ഇതിന് തൊട്ടടുത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാങ്ക്. ഇതാ ബിൽഡിംഗ് ഒന്നും കൂടി ശരിക്കും കണ്ടോളൂ. ഇത്രയും മനോഹരമായ ഒരു ബിൽഡിങ് നമ്മൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? എന്തായാലും കേരളത്തിൽ കാണാൻ കഴിയില്ല. ഈ ഗേറ്റ് പാർക്കിലേക്കുള്ള ഗേറ്റാണ്. പാർക്ക് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ജോലിക്കാർ ആ പാർക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെടികൾ നനച്ചുകൊണ്ടിരിക്കുന്നു. 10 മണിക്ക് ശേഷമേ തുറക്കൂ. അന്നേരം വരാമെന്നുള്ള ധാരണയിൽ ഞാൻ പോയെങ്കിലും ഈ പാർക്കിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞില്ല. വേറെ ഒരു ദിവസം ഞാൻ പോയി കണ്ട് ആ വീഡിയോ എടുക്കുന്നതാണ്. ഈ കാണുന്നതാണ് പോർട്ടുഗീസ് ബംഗ്ലാവുകൾ. പോർട്ടുഗീസുകാരുടെ കാലത്ത് പണിത ബംഗ്ലാവുകളാണ്. വലിയ റിച്ച് ഫാമിലിക്കാരാണ് ഈ വീടിൻ്റെ ഉടമസ്ഥർ. ഇത് പള്ളിയിലെ സെമിത്തേരി. ഇവിടെ പോർട്ടുഗീസുകാരെ പോലും അടക്കിയിട്ടുണ്ടാവും. ഒരു നീണ്ട പുരയാണ് സെമിത്തേരിക്കുള്ള പള്ളി. ഇതിനകത്തേക്ക് ഞാൻ കയറി. പക്ഷേ അകത്തോട്ട് കയറി പോയില്ല. നിലത്ത് മുഴുവൻ ശവകുടീരങ്ങളാണ്. മതിലിനകത്തും. അധികം ആൾക്കാർ മരിച്ചാൽ എന്താ ചെയ്യുക? അത്രയും പഴക്കമുള്ള ബിൽഡിങ്ങാണ് കേട്ടോ ഇത്. ഇപ്പോഴും അതിൻ്റെ പഴക്കം കാണുമ്പോൾ നമുക്ക് പേടിയാവും. എപ്പോഴാണ് ഇടിഞ്ഞു വീഴുക എന്നറിയാതെ. താഴത്ത് മുഴുവൻ ശവകുടീരങ്ങളാണ്. മതിലിലും. അത് വായിച്ച് നടന്ന പൂർവികരുടെ ചരിത്രം ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. പുറത്ത് 4 വശവും ശവകുടീരങ്ങളാണ്. അത്രയും ആൾക്കാർ ഈ പള്ളിയിലുണ്ടായിരുന്നു. അവർ മരിച്ചപ്പോൾ അടക്കിയതാണ്. ഈ പുതിയ തലമുറയും ഇവിടെ തന്നെ അടക്കേണ്ടി വരും. അതിന് സ്ഥലപരിമിതി ഉണ്ട്. അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളും. ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു പള്ളി. അതിപുരാതനമായ പള്ളിയാണ്. ആ പള്ളിക്കും സമീപം മുഴുവൻ പോർട്ടുഗീസ് ബംഗ്ലാവുകൾ. നല്ല ഭംഗിയുള്ള ബംഗ്ലാവുകളായിരുന്നു. പക്ഷേ പഴക്കം കൊണ്ട് ഇപ്പോൾ ആ ബംഗ്ലാവിന് ആകർഷണമില്ല. പോർട്ടുഗീസ് സർക്കാർ ഈ ബംഗ്ലാവ് നിലനിർത്താൻ ഉടമസ്ഥർക്ക് ഗ്രാൻഡ് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കെട്ടിടം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ പോർട്ടുഗീസ് ബംഗ്ലാവിൻ്റെ ഉടമസ്ഥർ വളരെ റിച്ചാണ്. അവർക്ക് വളരെയധികം സാമ്പത്തികമുള്ളവരാണ്. പള്ളിയുടെ അകം സ്വർണ്ണ നിറമാണ് എല്ലായിടത്തും. നല്ല ഭംഗിയുള്ള പള്ളിയാണ്. ഞാൻ ചെല്ലുമ്പോൾ കുർബാന കഴിഞ്ഞ് ആൾക്കാരെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർ മാത്രമേ അവിടെ ഉള്ളൂ. ഇതാണ് പള്ളിയുടെ പുറകുവശം. ആ കെട്ടിടം കണ്ടില്ലേ? ആ പഴക്കം കാണാൻ ആ കല്ലിലോട്ട് നോക്കിയാൽ മതി. തൊട്ടടുത്ത് ഒരു സ്കൂളാണ്, പള്ളി സ്കൂളാണ്. അവിടെ നിന്ന് നടന്ന് ഞാൻ കടമ്പ ബസ് സ്റ്റാൻഡിലെത്തി. ഇതാണ് കടമ്പ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡ് നോക്കൂ. നമ്മുടെ ബസ് സ്റ്റാൻഡും തമ്മിലുള്ള വ്യത്യാസം കെട്ടിടങ്ങളൊന്നുമില്ല, ഒരു വരാന്ത മാത്രം. ഞാൻ ബസ് കയറി കടമ്പ പഞ്ചിം ബസ് സ്റ്റാൻഡിലെത്തി. ഈ ബസ് സ്റ്റാൻഡ് എന്തോ ഒരു വൃത്തികേടാണെന്നറിയാവോ? എല്ലാവരും ഇവിടെ തന്നെയാണ് തുപ്പുന്നത്. ഇതിനുള്ളിൽ ഒരു അമ്പലവുമുണ്ട്. ഈ അമ്പലത്തിൽ കയറി തൊഴുന്നവരെ വളരെയധികം. 1-2 കച്ചവട സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ വൃത്തിയില്ല എന്ന് പറയണത് വളരെ സങ്കടം വരുന്നു. അത്രയും വൃത്തികേടാണ്. ഓരോ തൂണിലും തുപ്പി വയ്ക്കുകയാണ് മുറുക്കാത്തവർ.
ഈ സ്വഭാവം ഇന്ത്യയിൽ നിന്ന് എന്ന് മാറ്റാൻ കഴിയും? ടൂറിസ്റ്റുകൾ അധികം വരുന്ന ഒരു സ്ഥലമാണ് ഗോവ. ഗോവ സർക്കാർ ഈ കാര്യത്തിൽ അനാസ്ഥ കാണിക്കരുതേ. അനാസ്ഥ കാണിച്ചാൽ ഇവിടെ വരുന്ന അവർ എല്ലാവരും വിചാരിക്കും ഇന്ത്യ മുഴുവൻ ഇതുപോലെ വൃത്തികേടാണെന്ന്. ദയവ് ചെയ്ത് ഭരണാധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധ നൽകണം. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം, കാണുകയും വേണം. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. അടുത്ത വീഡിയോകളിൽ ഞാൻ കണ്ട ഗോവ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. എൻ്റെ കൂടെ വരുമെന്നുള്ള പ്രതീക്ഷ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് പറയുന്നു, ഷെല്ലി MF.